മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹാമെലിനിലെ കുഴലൂത്തുകാരൻ എന്ന നാടോടി കഥയുടെ കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. എലിയുടെ ശല്യം കാരണം ഒരു പ്രദേശത്തെ ജനങ്ങൾ മേയർക്ക് ഒരു നിവേദനം നൽകുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പാരഗ്രാഫ്. മേയറുടെ നേതൃത്വത്തിൽ ഓരോന്നും പരീക്ഷിച്ചു നോക്കി. എലികൾ പെരുകുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. ഹാമെലിൻ നിവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് അടുത്തും അകലെയുമുള്ള പട്ടണങ്ങളിൽ വസിക്കുന്ന എലിപിടുത്തക്കാരൊക്കെയും ആ വഴി വന്നു. അവർ പല അഭ്യാസങ്ങളും പയറ്റി നോക്കി. ഒക്കെയും വൻ പരാജയം. മനസ്സുമടുത്ത മേയർ ഇങ്ങനെയൊരു വിളംബരം പുറപ്പെടുവിച്ചു. ഹാമെലിൻ പട്ടണത്തിൽ നിന്ന് എലികളെ എന്നേക്കുമായി തുരത്തുന്നവർക്ക് 1000 പൊൻപണം സമ്മാനം. മൈക്കിൽ കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിനു പുറമെ വലിയ അക്ഷരത്തിൽ ഒരു ബാനർ കെട്ടിത്തൂക്കുകയും ചെയ്തു. ആർക്കും കാണാൻ പാകത്തിൽ പട്ടണ കവാടത്തിൽ തന്നെയാണ് അത് പ്രദർശിപ്പിച്ചത്. മേയർ ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെയൊക്കെ വിളിച്ചുകൂട്ടി ആലോചനാ യോഗമൊക്കെ നടത്തിയിരുന്നു. പലരും പല പരിഹാരങ്ങളും നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഓരോന്നും പരീക്ഷിച്ചു നോക്കി. പക്ഷേ എലികൾ പെരുകുന്നതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. ഈ ഹാമെലിൻ നിവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് അടുത്തുള്ള പട്ടണങ്ങളിൽ നിന്നൊക്കെ എലിപിടുത്തക്കാരൊക്കെ ആ വഴി വന്നു. പക്ഷെ അവരും പല അഭ്യാസങ്ങളും പയറ്റി നോക്കിയിട്ടും വൻ പരാജയമായിരുന്നു. അവസാനം മേയർക്ക് മനസ്സും മടുത്തു. അങ്ങനെ അവർ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. വിളംബരം എന്തായിരുന്നു? ഹാമെലിൻ പട്ടണത്തിൽ നിന്ന് എലികളെ എന്നേക്കുമായി ആരാണോ തുരത്തുന്നത് അവർക്ക് 1000 പൊൻപണം സമ്മാനം നൽകുമെന്നതായിരുന്നു വിളംബരം. ഇത് മൈക്കിൽ കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് ഒരു ബാനർ കെട്ടിത്തൂക്കുകയും ചെയ്തു. എല്ലാവർക്കും കാണാൻ പാകത്തിൽ പട്ടണത്തിൻ്റെ കവാടത്തിൽ തന്നെയാണത് പ്രദർശിപ്പിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മേയറുടെ ഓഫീസ് വാതിലിൽ മൃദുലമായ ഒരു മുട്ട് കേട്ടു. മേയർ ആഗതനോട് ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. വിചിത്ര വേഷധാരിയായ ഒരാൾ അദ്ദേഹത്തിൻ്റെ സമക്ഷത്ത് ഹാജരായി. ഒരു ദിവസം മേയറുടെ ഓഫീസിൻ്റെ വാതിലിൽ വളരെ മൃദുലമായിട്ടുള്ള ഒരു മുട്ട് കേൾക്കാണ്. വാതിലിൽ ആരോ മുട്ടി. മേയർ ആഗതനോട്, ആഗതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വന്ന ആൾ അല്ലേ? വന്ന ആളോട് ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇദ്ദേഹം ഒരു വിചിത്ര വേഷധാരിയായിരുന്നു. വിചിത്രമായിട്ടുള്ളൊരു വേഷം ധരിച്ച ആളാണ് അവിടേക്ക് വന്നത്. അങ്ങനെ ആ വന്നയാൾ മേയറുടെ സമക്ഷത്ത് ഹാജരായി. സമക്ഷത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അരികിൽ ഹാജരായി. കുപ്പായത്തിൻ്റെ ഒരു പാതി മഞ്ഞ, മറുപാതി ചുവപ്പ്. മഞ്ഞയും ചുവപ്പും വരകളുള്ള ഒരു നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു. കൂടാതെ കട്ടിയുള്ള ഒരു ചരടും കഴുത്തിലുണ്ട്. അതിൻ്റെ അറ്റത്തായി ഒരു കുഴൽ വാദ്യം തൂങ്ങിക്കിടക്കുന്നു. വന്നയാളുടെ വേഷം എങ്ങനെയുള്ളതാണ്? അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ പാതി മഞ്ഞ നിറമാണ്, മറുപാതി ചുവപ്പുമാണ്. അതായത് മഞ്ഞയും ചുവപ്പും പകുതി പകുതിയായിട്ടുള്ള ഒരു കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. മഞ്ഞയും ചുവപ്പും വരകളുള്ള ഒരു നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു. നീളമുള്ളൊരു തുണി കഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. കൂടാതെ കട്ടിയുള്ള ഒരു ചരട് കഴുത്തിലുണ്ട്. ചരടിൻ്റെ അറ്റത്തായി ഒരു കുഴൽ വാദ്യം തൂങ്ങിക്കിടക്കുന്നുണ്ട്. കുഴലൂത്തുകാരൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഈ പട്ടണത്തിലെ എലികളെ തുരത്തിയാൽ താങ്കൾ എനിക്ക് 1000 പൊൻപണം പ്രതിഫലം തരുമോ? 1000 അല്ല, 10,000 പണം തരാൻ തയ്യാർ. നിങ്ങൾ ഈ നശിച്ച എലികളെ എന്നേക്കുമായി ഇവിടുന്ന് ഓടിച്ചു കളഞ്ഞാൽ മാത്രം മതി, മേയർ പറഞ്ഞു. ആഗതൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ കുഴലൂത്തുകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പട്ടണത്തിലെ എലികളെ തുരത്തിയാൽ നിങ്ങൾ എനിക്കെന്ത് തരണം? 1000 പൊൻപണം തരണം എന്ന് അദ്ദേഹം പറഞ്ഞു. മേയർ എന്താണ് പറഞ്ഞത് അപ്പോൾ? 1000 അല്ല, 10,000 പൊൻപണം പ്രതിഫലം തരാം. ഈ എലികളെ, നശിച്ച എലികളെ എന്നേക്കുമായി ഇവിടുന്ന് ഓടിച്ചു കളഞ്ഞാൽ മാത്രം മതി.
ഇത് കേട്ട് അയാളുടെ മുഖത്ത് നേർത്ത ഒരു മന്ദഹാസം വിരിഞ്ഞു. അയാളുടെ വിരലുകൾ അസാധാരണമാം വിധം നീണ്ടു മെലിച്ചതായിരുന്നു. സാവധാനത്തിലുള്ള ചലനങ്ങളും മൃദുലമായ സംസാരവും ഒക്കെ കൂടി അയാൾക്കൊരു വിഷാദവാൻ്റെ മട്ടുണ്ടായിരുന്നു. മേയർ 10,000 പണം തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നേർത്തൊരു മന്ദഹാസം എന്ന് പറഞ്ഞാൽ എന്താ, പുഞ്ചിരി, ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാളുടെ വിരലുകൾ സാധാരണ കാണാറുള്ളത് പോലെ അല്ലാത്ത വിധം നീണ്ടു മെല്ലിച്ച വിരലുകളായിരുന്നു. അതുപോലെ സാവധാനത്തിലുള്ള ചലനങ്ങളും നേർത്ത മൃദുലമായ സംസാരവും ഒക്കെ കൂടി അയാൾക്കൊരു വിഷാദവാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദുഃഖിതൻ്റെ മട്ടുണ്ടായിരുന്നു. വളരെ വിഷമം അനുഭവിക്കുന്ന ഒരാളുടെ മട്ടുണ്ടായിരുന്നു. മേയറുടെ ഓഫീസിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങിയ പാടെ അയാൾ തൻ്റെ കുഴൽ വാദ്യം ചുണ്ടോടടുപ്പിച്ചു. അത്ഭുതമായൊരു ഈണം പുറപ്പെട്ടു. നേർത്തതും എന്നാൽ മായികവുമായ ഒരു പ്രത്യേക രാഗം. കുഴലൂത്തുകാരൻ മേയറുടെ ഓഫീസിൻ്റെ പടികൾ ഇറങ്ങിയതിന് ശേഷം തൻ്റെ കുഴൽ വാദ്യം ചുണ്ടോടടുപ്പിച്ചു. അതിൽ നിന്ന് അപ്പോൾ മനോഹരമായ ഒരു ഈണം പുറപ്പെട്ടു. നേർത്ത ശബ്ദമായിരുന്നു, എന്നാൽ മായികമായൊരു പ്രത്യേക രാഗമാണ് അതിൽ നിന്ന് പുറപ്പെട്ടത്. കുറച്ചു നേരം കൊണ്ട് എങ്ങും നിശബ്ദത പരന്നു. 10,000-കണക്കിന് മൂഷികന്മാർ ഓടുകയും ചാടുകയും കരളുകയും ചെയ്യുന്ന പണികൾ നിർത്തിവെച്ചു. എന്നിട്ട് ഈണം പുറപ്പെടുന്ന ദിക്കറിയാൻ ഏകാഗ്രതയോടെ ചെവികൾ കൂർപ്പിച്ചു. കുഴൽവാദ്യത്തിൽ നിന്ന് പുറപ്പെട്ട ആ രാഗം കേട്ടപ്പോൾ, ആ പാട്ട് കേട്ടപ്പോൾ കുറച്ചു നേരം അവിടെ നിശബ്ദത പരന്നു. 10,000-കണക്കിന് മൂഷികന്മാർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? എലികൾ അല്ലേ. എലികൾ ഓടുകയും ചാടുകയും കരളുകയും ചെയ്യുന്ന പണികൾ നിർത്തിവെച്ചു. അവരുടെ പണി എന്തായിരുന്നു? അവ ചാടുകയും ഓടുകയും കരളുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ കരണ്ട് തിന്നാൻ, അതാരുടെ പണിയാണ്? എലികളുടെ പണിയാണ്. ആ പണികളൊക്കെ അവ നിർത്തിവെച്ചു. എന്നിട്ട് ഈ ഇണം പുറപ്പെടുന്ന ദിക്കറിയാൻ വേണ്ടി ഏകാഗ്രതയോടെ, എന്താ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക അല്ലേ. ഇവിടെ ആ കുഴൽവാദ്യത്തിൽ നിന്ന് വരുന്ന ഈണം മാത്രം ശ്രദ്ധിച്ച് ചെവികൾ കൂർപ്പിച്ചു നിന്നു. പിന്നത്തെ കോലാഹലമൊന്നും വിവരിക്കാനാവില്ല. മൂഷികന്മാരുടെ ഒരു കൂട്ടപ്പെരളി. നിലവറക്കുണ്ടുകളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും മച്ചിൻപുറങ്ങളിൽ നിന്നും അവറ്റകൾ കൂട്ടം കൂട്ടമായി കുഴൽവാദ്യം പുറപ്പെട്ട ദിക്കിലേക്ക് പാഞ്ഞു. ആളുകൾ ആ കാഴ്ച കണ്ട് അന്തം വിട്ടങ്ങനെ നിൽക്കുകയാണ്. കുഴലൂത്തുകാരൻ പട്ടണത്തിലെ തെരുവുകളും ഇടവഴികളും പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. വശ്യതയാർന്ന ആ ഈണം അയാളുടെ കുഴലിലൂടെ അനസ്യൂതമായങ്ങനെ ഒഴുകുന്നു. എലികൾ ഒന്നടങ്കം അയാളെ പിന്തുടരുന്നു. കുറച്ചു സമയം നിശബ്ദമായിരുന്നു. പിന്നത്തെ കോലാഹലം വിവരിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായിരുന്നു. മൂഷികന്മാർ ഒക്കെ കൂടി നിലവറക്കുണ്ടുകളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും മച്ചിൻപുറത്തു നിന്നൊക്കെ കൂട്ടം കൂട്ടമായിട്ട് എവിടേക്ക് വന്നു? ഈ കുഴൽവാദ്യം കേട്ട ദിക്കിലേക്ക് പാഞ്ഞു വന്നു. ആളുകളാണെങ്കിൽ ആ കാഴ്ച കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. കുഴലൂത്തുകാരൻ എന്താ ചെയ്തത്? കുഴലൂത്തുകാരൻ പട്ടണത്തിലെ തെരുവുകളും അതുപോലെ ഇടവഴികളും എല്ലാം പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. കൂടെ ആരുമുണ്ട്? ഈ എലികളും ഉണ്ട്. വശ്യതയാർന്ന ആ ഈണം, എന്താ വശ്യത എന്ന് പറഞ്ഞാൽ ആരെയും വശപ്പെടുത്താവുന്ന ആ ഈണം അയാളുടെ കുഴലിലൂടെ അനുസ്യൂതം തുടർച്ചയായിട്ട്, അനുസ്യൂതം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഒഴുകുന്നു. എലികളാണെങ്കിൽ അയാളെ പിന്തുടരുന്നു. എല്ലാ എലികളും അയാളുടെ കൂടെ പോവാൻ തുടങ്ങി. അയാളുടെ കണ്ണുകൾ ഒരു പ്രത്യേക മട്ടിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഓടകൾ, തെരുവിൻ്റെ ഇരുണ്ട മൂലകൾ, പൂന്തോട്ടങ്ങൾ, കോവണിച്ചുവടുകൾ, ഗോതമ്പ് വയലുകൾ, എവിടെല്ലാം എലികൾ പതുങ്ങിയിരിപ്പുണ്ടോ അവിടെ നിന്നെല്ലാം അവ പുറത്തേക്ക് കുതിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക മട്ടിൽ തിളങ്ങുന്ന കണ്ണുകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഓടകളിലും തെരുവിൻ്റെ ഇരുണ്ട മൂലകളിലും പൂന്തോട്ടങ്ങളിലും കോണിച്ചുവടുകളിലും ഗോതമ്പ് പാടങ്ങളിലും എവിടെയെല്ലാം എലികൾ പതുങ്ങിയിരിപ്പുണ്ടോ അവിടെ നിന്നെല്ലാം അവ പുറത്തേക്ക് കുതിക്കുന്നുണ്ടായിരുന്നു. കുഴലൂത്തുകാരൻ മുന്നിൽ, ലക്ഷോപലക്ഷം മൂഷികന്മാർ പിന്നാലെ. തെരുവീതിയുടെ ഇരുവശത്തും അവിശ്വസനീയമായ ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ.
മുന്നിൽ കുഴലൂത്തുകാരൻ നടക്കുന്നുണ്ട്. അദ്ദേഹം കുഴലൂതിക്കൊണ്ടാണ് പോകുന്നത്. പിന്നാലെ ലക്ഷക്കണക്കിന് മൂഷികന്മാർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ജനങ്ങൾ തെരുവീതിയുടെ ഇരുവശത്തും, തെരുവിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ വഴിയുടെ ഇരുവശത്തും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാഴ്ച കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്നു. നടന്ന് അയാൾ വെസർ നദിക്കരയിലെത്തി. എന്നിട്ട് നദിയിലിറങ്ങി 3-4 കാലടികൾ മുന്നോട്ട് വെച്ചു. കുഴലൂത്തുകാരൻ്റെ പിന്നാലെ പാഞ്ഞ എലികൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടി. അവ ഒന്നോടെ ആ പെരുവെള്ളത്തിൽ മുങ്ങിച്ചത്തുപോയി. അവസാനത്തെ എലിയും പുഴയിൽ ചാടും വരെ അയാൾ കുഴലൂതിക്കൊണ്ട് അതേ നിൽപ്പ് തുടർന്നു. അങ്ങനെ അദ്ദേഹം വെസർ നദിയുടെ തീരത്താണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹം നദിയിലിറങ്ങി. അപ്പോഴേക്കും കുഴലൂത്തുകാരൻ്റെ പിന്നാലെ പാഞ്ഞ എലികൾ വേറെ ഒന്നും ആലോചിക്കാതെ ആ പുഴയിലേക്ക് എടുത്തു ചാടി. അവയൊക്കെ ആ പെരുവെള്ളത്തിൽ മുങ്ങിച്ചത്തുപോയി. അവസാനത്തെ എലിയും ആ വെള്ളത്തിൽ ചാടുന്നത് വരെ അദ്ദേഹം കുഴലൂതിക്കൊണ്ട് അതേ നിൽപ്പ് തുടർന്നു. അങ്ങനെ ഏറെ മാസങ്ങളായി ഹാമലിൻ പട്ടണത്തെ നരകതുല്യമാക്കിയ മൂഷികർ ഒന്നോടെ ചത്തൊടുങ്ങി. ജനങ്ങൾ സന്തോഷത്താൽ ആർപ്പു വിളിച്ചു. അവർ തെരുവീഥികളിൽ നൃത്തം ചെയ്തു. കുട്ടികൾ തുള്ളിച്ചാടി. ഒരുപാട് മാസങ്ങളായിട്ട് ഹാമലിൻ പട്ടണത്തെ നരകതുല്യമാക്കിയിരുന്നു എലികൾ. ആ എലികളൊക്കെ ചത്തൊടുങ്ങി. അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? അവർ സന്തോഷത്താൽ ആർപ്പ് വിളിച്ചു. അവർ തെരുവീഥികളിൽ നൃത്തം ചെയ്തു. കുട്ടികളൊക്കെ തുള്ളിച്ചാടി. കാരണം ഇത്രയും കാലം അവർ ഈ എലികളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ കഴിയുകയായിരുന്നു. കുഴലൂത്തുകാരൻ മേയറുടെ ഓഫീസ് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി തരാമെന്നേറ്റ 1000 പൊൻപണം തരൂ. മേയറുടെ മുഖം മാറി. പുഞ്ചിരിയുടെ സ്ഥാനത്ത് ധിക്കാരം നിറഞ്ഞ ഭാവം. 1000 പൊൻപണമോ? വെറുതെ ഈ കുഴലെടുത്ത് ഒന്ന് ഊതി നിസ്സാരമായൊരു രാഗം കേൾപ്പിച്ചതിനോ? 50 പൊൻപണം തരാം. വേണമെങ്കിൽ ചെയ്ത സേവനത്തിന് കുപ്പായത്തിന്മേൽ ഒരു ബഹുമതി ചിഹ്നം കൂടി കുത്തിത്തരാം. എലികളെ ഒന്നടങ്കം നശിപ്പിച്ച കുഴലൂത്തുകാരൻ പണത്തിനു വേണ്ടിയാണ് എവിടെ ചെന്നത്? മേയറുടെ ഓഫീസിൽ ചെന്നത്. എന്നാൽ മേയർ വളരെ ധിക്കാരത്തോടു കൂടിയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. എന്താ പറഞ്ഞത്? 1000 പൊൻപണമോ? വെറുതെ നീ ഈ കുഴലെടുത്ത് ഒന്ന് ഊതിയതിന്, അല്ലെങ്കിൽ നിസ്സാരമായൊരു പാട്ട് കേൾപ്പിച്ചതിന് നിനക്ക് 50 പൊൻപണം വേണമെങ്കിൽ തരാം. പിന്നീട് മറ്റൊന്നുകൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ചെയ്ത സേവനത്തിന് കുപ്പായത്തിന്മേൽ ഒരു ബഹുമതി ചിഹ്നം കുത്തിത്തരാം. അല്ലേ? അതായത് നീ ചെയ്ത ഒരു നല്ല കാര്യത്തിന് എന്ത് ചെയ്യാം, നിനക്ക് അതിനുള്ള ബഹുമതിയായിട്ട് ഒരു ചിഹ്നം കുത്തിത്തരാം എന്ന് പറഞ്ഞു. നേരത്തെ മേയർ പറഞ്ഞത് 10000 പൊൻപണം തരാമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ആ വാക്കുകളൊക്കെ ആര് മാറ്റിപ്പറഞ്ഞു? മേയർ മാറ്റിപ്പറഞ്ഞു. മൂഷികപ്പട ഒന്നൊഴിയാതെ ചത്തൊടുങ്ങി കിട്ടി. ഇനി എന്തിന് അത്രയും വലിയ ഒരു തുക വെറുതെ സമ്മാനമായി കൊടുക്കണം? എളിയവനായ ഈ കുഴലൂത്തുകാരനെ വല്ല നിസ്സാര തുകയും കൊടുത്ത് ഒഴിവാക്കിയേക്കാം. ഇങ്ങനെ പോയി മേയറുടെ ചിന്തകൾ. മേയർ ചിന്തിച്ചത് എന്താണ്? ഏതായാലും എലികളൊക്കെ നശിച്ചു അല്ലേ, ഒക്കെ ചത്തൊടുങ്ങി കിട്ടി. ഇനി ഈ നിസ്സാരക്കാരനായ ഈ എളിയവനായ കുഴലൂത്തുകാരന് വെറുതെ എന്തിന് ഇത്രയും വലിയ സമ്മാനം കൊടുക്കണം അല്ലെ, ഇത്രയും വലിയൊരു തുക കൊടുക്കണം? എന്തായാലും വല്ല നിസ്സാര തുകയും കൊടുത്തിട്ട് ഇദ്ദേഹത്തെ ഒഴിവാക്കിയേക്കാമെന്നാണ് ആര് ചിന്തിച്ചത്? മേയർ ചിന്തിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച തുക നിങ്ങളെനിക്ക് തരില്ല അല്ലേ? അവസാന വാക്കെന്നോണം കുഴലൂത്തുകാരൻ ഒരിക്കൽ കൂടി മേയറോട് ചോദിച്ചു. ഇല്ല, 50-ൽ കൂടുതൽ ഒരു ചില്ലി പോലും നിങ്ങൾക്ക് ഞാൻ തരാൻ പോണില്ല, മേയർ തറപ്പിച്ചു പറഞ്ഞു. കുഴലൂത്തുകാരൻ ഒരക്ഷരം പോലും പറയാതെ നേരെ പുറത്തിറങ്ങി. അപ്പോൾ കുഴലൂത്തുകാരൻ മേയറോട് ചോദിച്ചു, നിങ്ങളെനിക്ക് നേരത്തെ ഇത്ര പൊൻപണം തരാമെന്ന് വാക്ക് തന്നിരുന്നു, അത് നിങ്ങളിനി തരില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മേയറുടെ മറുപടി എന്താണ്? ഒരു ചില്ലി പോലും നിങ്ങൾക്ക് തരാൻ പോണില്ല. 50-ൽ കൂടുതൽ ഒരു ചില്ലി പോലും തരാൻ പോണില്ല. ഞാൻ എത്ര തരും? 50 പൊൻപണം തരും. ഇത് കേട്ട കുഴലൂത്തുകാരൻ ഒരക്ഷരം പോലും പറയാതെ നേരെ പുറത്തേക്കിറങ്ങി. എന്നിട്ട് ഹാമലിൻ പട്ടണത്തിൻ്റെ പ്രധാന വീതിയിലെത്തി. ഒരിക്കൽ കൂടി കുഴൽവാദ്യം അയാൾ ചുണ്ടോട് ചേർത്തു. ഇത്തവണ ഒഴുകി വന്ന നാദം ആരുടെയും മനം മയക്കുന്നതായിരുന്നു.
കാതിന് ഇമ്പം പകരുന്ന ആ മനോജ്ഞരാഗം ഹാമലിനിലെങ്ങും ഒഴുകി നടന്നു. അങ്ങനെ അദ്ദേഹം പുറത്തേക്കിറങ്ങി പട്ടണത്തിൻ്റെ പ്രധാന വീതി എന്ന് പറഞ്ഞാൽ വഴി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വഴിയിലെത്തി. ഒരിക്കൽ കൂടി തൻ്റെ കുഴൽവാദ്യമെടുത്ത് ഊതി. ഇത്തവണ എല്ലാവരുടെയും മനം മയക്കുന്ന, കാതിന് ഇഷ്ടം നൽകുന്ന, ഇമ്പം നൽകുന്ന മനോഹരമായ രാഗം, മനോജ്ഞരാഗം എന്ന് പറഞ്ഞാൽ മനോഹരമായ രാഗമാണ് ആ ഹാമലിൻ പട്ടണത്തിൽ ഒഴുകി നടന്നത്. ഈ സമയത്ത് കുട്ടികൾ ആ മധുരനാദത്തിനൊത്ത് താളം പിടിച്ചും ചുവട് വെച്ച് നൃത്തം ചെയ്തും അണിയണിയായി അങ്ങനെ എത്തിച്ചേരുന്നു. മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നവരും വീട്ടിനുള്ളിൽ വിശ്രമിക്കുന്നവരും അമ്മമാരുടെ മാർത്തട്ടിൽ മയങ്ങിക്കിടക്കുന്ന പൈതങ്ങളും അവരോടൊപ്പം ചേർന്നു. എന്താ സംഭവിച്ചത്? പിന്നീട് അദ്ദേഹത്തിൻ്റെ വാദ്യോപകരണത്തിൽ വന്ന രാഗം, ആ രാഗം കേട്ടിട്ട്, മനോഹരമായ നാദം കേട്ടിട്ട്, ആ മധുരമായ ഗാനത്തിനോടൊത്ത് താളം പിടിച്ചും ചുവട് വെച്ചും നൃത്തം ചെയ്തും അണിയണിയായിട്ട് ആ പട്ടണത്തിലെ കുട്ടികൾ മുഴുവൻ എത്തിച്ചേരുന്നു. ചില കുട്ടികൾ മൈതാനത്ത് കളിച്ചു കൊണ്ടിരിക്കുകയാണ്, ചില കുട്ടികൾ വീട്ടിനുള്ളിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, അമ്മയുടെ മടിത്തട്ടിൽ മയങ്ങിക്കിടക്കുന്ന പൈതങ്ങളുണ്ട്. ഇവരൊക്കെ കുഴലൂത്തുകാരൻ്റെ ഗാനം കേട്ടപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. ആ പട്ടണത്തിലെ സകലമാന കുട്ടികളും കൈകോർത്ത് നൃത്തം ചെയ്തുകൊണ്ട് കുഴലൂത്തുകാരൻ്റെ പിന്നാലെ കൂടി. അച്ഛനമ്മമാരൊക്കെ ഇത് കണ്ടപ്പോൾ അമ്പരന്നു. അവരെങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവരെ പിന്തിരിപ്പിക്കാനായില്ല. അച്ഛനമ്മമാർ നോക്കി നിൽക്കെ അവരെയും കൊണ്ട് കുഴലൂത്തുകാരൻ മുന്നോട്ട് നടന്നുപോയി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.